ജനസംഖ്യയിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ലോക്സഭയിലേക്ക് 48 അംഗങ്ങളെയും നിയമസഭയിലേക്ക് 288 അംഗങ്ങളെയും അയക്കുന്ന മഹാരാഷ്ട്ര രാഷ്ട്രത്തിന് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതായി നടക്കേണ്ടത് മഹാരാഷ്ട്രയിലാണ്. നിലവിൽ മഹാരാഷ്ട്രയുടെ സ്ഥിതി വളരെ സങ്കീർണമാണ്. നിരവധി നാടകങ്ങൾ ഇതിനോടകം തന്നെ മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ അരങ്ങേറിയിട്ടുണ്ട്. വീണ്ടും ഒരു നാടകത്തിന് വേദിയൊരുങ്ങുകയാണിപ്പോൾ മഹാരാഷ്ട്രയിൽ. എല്ലാ കണ്ണുകളും അജിത് പവാറിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. തന്റെ അമ്മാവനെ കാലുവാരി ഉപമുഖ്യമന്ത്രിയെ വിലസുന്ന അജിത് പവാറിന്റെ NCP പാർട്ടിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാലിടറിയിരുന്നു. വെറും ഒരു സീറ്റ് മാത്രമാണ് ഈ പാർട്ടിക്ക് ലഭിച്ചത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി അടിയേറ്റ് BJP ഒത്തിരി പിറകോട്ട് പോയിരുന്നു. എന്നാൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ അജിത് പവാറിന്റെ പാർട്ടിക്ക് വെറും ഒരു സീറ്റിന് മാത്രമേ വിധിയുണ്ടായിരുന്നുള്ളൂ. അതിനാൽ അജിത് പവാറിനെയാണ് RSS ലക്ഷ്യം വെക്കുന്നത്. RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ അതിശക്തമായ വിമർശനങ്ങളാണ് അജിത് പവാറിനെതിരെ ഉയർത്തുന്നത്. അദ്ദേഹത്തിന്റെ കടന്നുവരവാണ് ഈ സഖ്യത്തിന് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാക്കാൻ കാരണമെന്നും വിശ്വസ്തതയില്ലാത്ത രാഷ്ട്രീയക്കാരെ പാർട്ടിയിൽ ഉൾക്കൊള്ളിച്ചത് അജിത് പവാർ ആണെന്നുമാണ് RSSന്റെ വാദം. അഭിപ്രായ സർവേകൾ വഴി നടത്തിയ പരിശോധനയിൽ പുറത്തു വരുന്നത് ഏറ്റവും കൂടുതൽ മുൻഗണന മഹാരാഷ്ട്രയിലെ ഇന്ത്യ മുന്നണിക്കാണ്. ഇതിൽ നിന്നും ഉയരുന്ന ഒരു ചോദ്യം അജിത് പവാർ തന്റെ അമ്മാവന്റെ കൂടെ ചേർന്ന് വീണ്ടും NCPയുടെ കീഴിൽ വരുമോ അതോ ഒറ്റയ്ക്ക് മത്സരിക്കുമോ എന്നതാണ്. ഒറ്റയ്ക്ക് മത്സരിച്ച് തന്റെ അണികളെ ഒരുമിച്ച് നിർത്താനുള്ള ചുമതലയുണ്ടെന്ന് അജിത് പവാർ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ അദ്ദേഹത്തിന്റെ വിജയശതമാനം വളരെ കുറവായിരിക്കുമെന്നത് ഒരു വസ്തുതയാണ്. അതിനാൽ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ഭാവി ശോഭകരമാകാൻ സാധ്യത കുറവാണ്. RSS മഹാരാഷ്ട്രയിൽ കളം നിറഞ്ഞാൽ മഹാരാഷ്ട്ര രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ വലിയ ചലനങ്ങൾ ഉണ്ടാകും. ഈ തെരഞ്ഞെടുപ്പിലൂടെ മഹാരാഷ്ട്രയിൽ ഒരു പുതിയ സർക്കാർ വരട്ടെ എന്ന് പ്രതീക്ഷിക്കാം.